ചാലിശ്ശേരി വായനക്കൂട്ടം സെമിനാറും സംഗീത സന്ധ്യയും ഞായറാഴ്ച. ചാലിശ്ശേരി വായനക്കൂട്ടം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സെമിനാറും സംഗീത സന്ധ്യയും ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച വൈകിട്ട് 4:30 ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ പ്രൊഫസർ ഡോക്ടർ CP ചിത്രഭാനു നയിക്കും. തുടർന്ന് വായനശാല അംഗം തബലിസ്റ്റ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 6-ന് ഗസൽ ഗായകൻ പാർത്ഥൻ നയിക്കുന്ന സംഗീത സന്ധ്യയും നടക്കും. പഴയകാല സിനിമാ ഗാനങ്ങളെ കോർത്തിണക്കി പ്രശസ്തരായ കലാകാരന്മാർ സംഗീത സന്ധ്യയിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചാലിശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള വായനശാല പ്രവർത്തകരുടെ കൂട്ടായ്മ വായനക്കൂട്ടമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ KK പ്രഭാകരൻ, കൺവീനർ EK മണികണ്ഠൻ, ട്രഷറർ CK സന്ദീപ്, ഡോക്ടർ K ജയരാജ് എന്നിവർ പങ്കെടുത്തു. ഗ്രന്ഥശാലകളായിട്ടുള്ളത് ഈ 7 വായനശാലകളുടെ പ്രവർത്തനങ്ങൾ പരസ്പര സഹകരണത്തോടെയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിനെ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് വായനശാല പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് വായനക്കൂട്ടം ചാലിശ്ശേരി. ഈ വായനക്കൂട്ടം ചാലിശ്ശേരിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഈ 7 ഗ്രന്ഥശാലകളിലെ എല്ലാ അംഗങ്ങളും വായനശാല അംഗങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം ചാലിശ്ശേരി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഓരോ വായനശാല വീതം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് നേരത്തെ പറഞ്ഞ സ്കൂൾ ലൈബ്രറികളിൽ നമുക്ക് എങ്ങനെ വായനശാലയിലെ അഫിലിയേറ്റഡ് ഗ്രന്ഥശാലകളിലെ ലൈബ്രറിയന്മാർക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും എന്നതിൻ്റെ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന ആ വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ഡോക്ടർ CP ചിത്രഭാനുവിൻ്റെ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു എൻജോയ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് ചാലിശ്ശേരി ഞങ്ങളുടെ വായനക്കൂട്ടം അംഗമായിട്ടുള്ള സുരേന്ദ്രൻ ചാലിശ്ശേരി തബലിസ്റ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോർഡിനേഷനിൽ പാർത്ഥൻ്റെ ഒരു സംഗീത വിരുന്ന് ഇതോടൊപ്പം നടത്തുന്നുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്തിലെ നിരവധി സ്കൂളുകളുണ്ട്. ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, UP സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിലൊക്കെ വായനകളുമുണ്ട്, വായനശാലകളുമുണ്ട്, അല്ലെങ്കിൽ ലൈബ്രറികളുമുണ്ട്. ഈ ലൈബ്രറി എത്ര പേര് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയാൽ വളരെ ചുരുക്കം പേര് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരമൊരു വായനശാലയുടെ, സ്കൂൾ ലൈബ്രറികളുടെ പ്രവർത്തനത്തിനെ ഒന്ന് സജ്ജമാക്കാൻ വേണ്ടി, കൂടുതൽ സജ്ജമാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അത് കേരളത്തിലെ മൊത്തം വായനശാലകൾക്ക് ആകാൻ സാധ്യതയുള്ള ഒരു സ്വപ്നമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പഞ്ചായത്തിലെ എല്ലാ സ്കൂൾ ലൈബ്രറികളിലും നമ്മുടെ പഞ്ചായത്തിലുള്ള വായനശാലകളുടെ ഒരു ലൈബ്രറിയൻ ഒരു ദിവസം ഈ സ്കൂളുകളുടെ വായനശാലയിൽ പോയി അവിടുത്തെ പുസ്തകങ്ങൾ എടുത്ത് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഫുൾ ടൈം ലൈബ്രറിയൻ സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് ചാലിശ്ശേരി പഞ്ചായത്ത് വായനക്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. ഭാരവാഹി കൂടിയായിട്ടുള്ള സാക്ഷാൽ ചെറുകാടിൻ്റെ മകനായിട്ട് ഡോക്ടർ CP ചിത്രഭാനു മാഷാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിന് ഒപ്പം തന്നെ നമുക്ക് ഒരു സംഗീത വിരുന്നും ഞങ്ങൾ ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ സെമിനാർ രൂപത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, ചിത്രഭാനു മാഷ് അവതരിപ്പിക്കുന്നത്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ചിത്രഭാനു മാഷ് ഈ പ്രഭാഷണം തുടങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഒരു പഴയകാല മലയാള സിനിമാ ഗാനങ്ങൾ പുറത്തിണക്കിക്കൊണ്ട്, ഗസലും പുറത്തിണക്കിക്കൊണ്ട് പാർത്ഥൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഗായകനും ചാലിശ്ശേരിയുടെ അഭിമാനമായിട്ടുള്ള സുരേന്ദ്രൻ ചാലിശ്ശേരി എന്ന് പറയുന്ന തബലിസ്റ്റും ഒക്കെ കൂടി ഉള്ള ഒരു ഗാന സന്ധ്യയാണ് നമ്മൾ അതിനുശേഷം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഇതിനെക്കുറിച്ച് ആമുഖമായി. ചാലിശ്ശേരി പഞ്ചായത്തിലെ അഫിലിയേറ്റഡ് വായനശാലകൾ ഒക്കെ ചേർന്ന് രൂപീകരിച്ച ഈ രൂപീകരണം നടന്നത് ഈ നവംബർ 2024 നവംബർ കഴിഞ്ഞ 2024 നവംബർ 1-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ പരിപാടിയാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ഇപ്പോൾ ചിത്രഭാനു മാഷിൻ്റെ ഒരു വിദ്യാഭ്യാസ സെമിനാർ നടത്തുന്നത്. നമുക്കറിയാം, ഈ വായന പലരിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത്
ശരിക്കും വായന പോയിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളുടെ പുസ്തക വായന കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പുസ്തകത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ മൊബൈൽ അല്ലെ പുതിയ മാധ്യമങ്ങളിലേക്ക് നമ്മൾ ചേക്കേറിയിട്ടുണ്ട്. അപ്പോൾ വായന കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു പ്രദേശത്തെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഉയർച്ച എന്ന് പറയുന്നത് അറിയാമല്ലോ, വായന തന്നെയാണ്, ഒരു ലൈബ്രറിയാണ്. ആദ്യമായിട്ട് എന്നുള്ളത് നിലയ്ക്ക് ഇത് നല്ലപോലെ നടന്നു പോകണമെന്നാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ട എല്ലാ സാധനവും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. എന്താ വെച്ചാൽ ഇത് എല്ലാവരുടെയും എത്തണം. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയധികം ചെറുവക സാധനം ഇപ്പോൾ ചൈതന്യ, അതേപോലെ പൗർണമി, അങ്ങനെ തന്നെ കുറച്ച് മെയിനായിട്ടുള്ള വായനശാലകളുണ്ട്. അതിലുപരി ചെറുതായിട്ട് നടന്നു പോകുന്ന വായനശാലകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ വെച്ചത്. അവരെയും സഹകരണമുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഇതൊരു വമ്പിച്ച് വിജയാക്കി. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.